ഹായ് ഓൾ. എൻട്രി ടീച്ചിങ് ടീമിന്റെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്ന ഇൻഡിപെൻഡൻസ് ഡേ ക്യൂസിന് മുന്നോടിയായിട്ടുള്ള ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിപിൻ മാത്യൂസ്. ഞാൻ എൻട്രി ടീച്ചിങ് ടീമിൽ HSA സോഷ്യൽ സയൻസിൽ ജോഗ്രഫി എന്ന വിഷയമാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ ആ വിഷയവുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ നമ്മുടെ സ്റ്റേറ്റ്സിന്റെ ഒക്കെ ഒരു ഇവല്യൂഷൻ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു നമ്പർ ഓഫ് സ്റ്റേറ്റ്സിലേക്ക് എത്തപ്പെട്ടത്, അതിനൊരു ഇവല്യൂഷൻ എങ്ങനെയായിരുന്നു, നമ്മുടെ അയൽ രാജ്യങ്ങളൊക്കെ ഏതൊക്കെയാണ്, അവരുമായി നമ്മുടെ അതിർത്തികളൊക്കെ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ നിന്നുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് ക്യൂസിന് പ്രതീക്ഷിക്കാം. ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിക്കുക. നമ്മുടെ സിലബസ് അധിഷ്ഠിതമായിട്ട് തന്നെയാണ് ഈ ക്ലാസ്സുകളൊക്കെ പോകുന്നത്. മുമ്പോട്ടുള്ള HSA എക്സാമുകളിൽ അല്ലെങ്കിൽ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട പരീക്ഷകളിൽ ഈ ഒരു ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പം നന്നായി ഈ ക്ലാസ് കണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ആൻസേഴ്സ് ചെയ്ത് മികച്ച റാങ്കിലേക്ക് എൻട്രി നടത്തുന്ന ഈ ക്വിസിലെ ആദ്യ നമ്പറിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ലാസ് ആരംഭിക്കുന്നു. നമുക്ക് പൂർണ്ണ സ്വരാജിൽ നിന്ന് തുടങ്ങാം. അവിടെ മുതൽ നമുക്ക് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളുണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ എന്താണ് പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്തൊക്കെയായിരുന്നു എന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പോയിന്റ്സിലേക്ക് വരാം. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യം. കണ്ടോ, പൂർണ്ണ സ്വരാജ് എന്ന് വെച്ചാൽ പൂർണ്ണ സ്വാതന്ത്ര്യം, നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം വേണം എന്ന് പ്രഖ്യാപിച്ചത് ലാഹോർ സമ്മേളനത്തിൽ വെച്ച 1929 നടന്ന ലാഹോർ സമ്മേളനത്തിലാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിലാണ് ഞങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വരാജ് വേണമെന്ന ആവശ്യം ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നത്. ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ് പാസാക്കിയ ഈ പ്രമേയത്തിന്റെ പേരാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം. ഇതിനെന്താ വിളിക്കുന്നത്? പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. ലാഹോർ സമ്മേളനത്തിൽ വെച്ച് കോൺഗ്രസ് പാസാക്കിയ ഈ സമ്മേളനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? പൂർണ്ണ സ്വരാജ് പ്രമേയം, പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ എന്ന് വിളിക്കുന്നു. വർഷം നോക്കിക്കോണം, നല്ല ഒരു ചോദ്യമായിട്ട് ഇത് വേണമെങ്കിൽ വരാം. 1929 ഏത് സമ്മേളനമാണ്? ലാഹോർ സമ്മേളനം. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് 1929 ഡിസംബർ 31 അർദ്ധരാത്രിയിലാണ്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ത്രിവർണ പതാകയല്ല, നമ്മുടെ അശോക ചക്രത്തിന് പകരമായിട്ട് അവിടെ മറ്റേ ചർക്കയായിരുന്നു, ചർക്കയുടെ ചിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ലാഹോർ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ തുടർന്ന് സ്വാതന്ത്ര്യത്തിന്റെ സ്മരണാർത്ഥം ത്രിവർണ പതാക ആദ്യമായിട്ട് ഉയർത്തിയത് 1929 ഡിസംബർ 31 അർദ്ധരാത്രിയിലാണ്. ലാഹോറിൽ രവി നദിയുടെ തീരത്താണ് ത്രിവർണ പതാക ഉയർത്തിയത്. എവിടെയാണ്? ലാഹോറിൽ രവി നദിയുടെ തീരത്താണ് ത്രിവർണ പതാക ഉയർത്തിയത്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചത് 1930 ജനുവരി 26 ആണ്. അപ്പൊ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനത്തെ തുടർന്ന് ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് ദിവസമാണ്? 1930 ജനുവരി 26. അപ്പൊ പൂർണ്ണ സ്വരാജിന് ശേഷമുള്ള ഈ ഒരു മാസം അല്ലെ, ഡിസംബർ മാസമായിരുന്നു. പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട മറ്റേ നമ്മുടെ ത്രിവർണ പതാക ഉയർത്തിയത് ഡിസംബർ മാസമായിരുന്നു. ജനുവരി 26, 1930 ജനുവരി 26 രാജ്യമൊട്ടാകെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കണം എന്ന് പറയുന്നു. ഈ ദിവസത്തിന്റെ ഓർമ്മയ്ക്കായാണ് ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുത്തത്. അപ്പൊ ഈ ഒരു ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ട് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ രവി നദിയുടെ തീരത്ത് വെച്ചാണ് ത്രിവർണ പതാക ഉയർത്തിയത് എന്ന് പറയുന്നുണ്ട്. രവി നദിയെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കാം. രവി നദി സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഫസ്റ്റ് പോയിന്റ്. നമ്മൾ ജോഗ്രഫിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ രവി നദി ആരുടെ പോഷക നദിയാണ്? സിന്ധുവിന്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. നിങ്ങൾക്ക് ഇവിടെ രവി റിവർ കാണാം. കണ്ടോ, ഇത് കണ്ടോ, രവി റിവർ ഞാൻ മാർക്ക് ചെയ്തേക്കുന്നുണ്ട്. നോക്കിയേ, രവി നദി ഉത്ഭവിക്കുന്നത് നിങ്ങൾ കണ്ടോ? രവി നദി ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. പുസ്തകത്തിൽ 11ാം ക്ലാസ്സിലെ പുസ്തകത്തിലൊക്കെ കൃത്യമായിട്ട് ആ ഒരു സ്ഥലം, രവി നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ കുളു കുന്നുകൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്, ഹിമാചൽ പ്രദേശിലെ. അവിടെ നിന്ന് രവി നദി ഹിമാചൽ പ്രദേശിലൂടെ ഒഴുകി അവിടെ നിന്ന് പഞ്ചാബിലേക്ക് എത്തി. ഇന്ത്യൻ സ്റ്റേറ്റ് ആയ പഞ്ചാബിലൂടെ ഒഴുകുന്നു. പിന്നീട് അത് പഞ്ചാബിന്റെ അതിർത്തിയിലൂടെ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി പഞ്ചാബിൽ വരുന്നുണ്ടല്ലോ, അതിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ പാകിസ്ഥാനിലൂടെ ഒഴുകി കുറെ ദൂരം കഴിഞ്ഞ് അത് ചിനാബ് എന്ന നദിയിലേക്ക് കൂടിച്ചേരുവാണ് ചെയ്യുന്നത്. കേട്ടോ, രവി ആരുമായിട്ട് കൂടിച്ചേരുന്നു? ചിനാബ്. അവസാനം ഈ ചിനാബും രവി എല്ലാം കൂടിച്ചേർന്ന് ഫൈനലി എല്ലാ പോഷക നദികളും, സിന്ധുവിന്റെ എല്ലാ പോഷക നദികളും മിത്താൻകോട്ടിൽ വെച്ച് സിന്ധു നദിയിലേക്ക് ചേരുന്നു. കേട്ടോ, അപ്പോൾ രവി നദിയെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്നൊന്ന് പറയാം.
എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു, എങ്ങോട്ട് പോകുന്നു, ഇതിന് എന്താണ് വിളിക്കുന്നത് നമുക്ക് നോക്കാവേ. രവി നദി ഉത്ഭവം ഹിമാചൽ പ്രദേശിലെ കുളു കുന്നുകളിലാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു? ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലൂടെ പഞ്ചാബിലൂടെ ഒഴുകുന്നു. അതുകൂടാതെ പാകിസ്ഥാൻ, തൊട്ടടുത്ത അയൽ രാജ്യമായ പാകിസ്ഥാനിലൂടെയും ഒഴുകുന്നു. പാകിസ്ഥാനിലെ സറായി സിദ്ധുവിൽ വെച്ച് ഇത് ചിനാബുമായി ചേരുന്നു. ഞാൻ പറഞ്ഞു ചിനാബുമായിട്ട് ആദ്യം ചേരുന്നു എന്ന് പറഞ്ഞായിരുന്നു. പാകിസ്ഥാനിലെ ആ സ്ഥലത്തിന്റെ പേരാണ് സറായി സിദ്ധു കേട്ടോ. അവിടെ വെച്ചാണ് ചിനാബ് എന്ന് പറയുന്ന സിന്ധുവിന്റെ മറ്റൊരു ട്രിബ്യൂട്ടറിയിലേക്ക് രവി നദി ചേരുന്നത്. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നു. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് രവി നദീ തീരത്ത് ത്രിവർണ പതാക ഉയർത്തിയത് എന്ന് നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ലാഹോറിന്റെ നദി എന്ന് വിളിക്കുന്നത് ആരത്തിനെയാണ്? ഈ രവി നദീനെയാണ്. അപ്പൊ പാകിസ്ഥാനിലെ ലാഹോർ പട്ടണം രവി നദിയുടെ തീരത്തായതിനാലല്ലേ അങ്ങനെ വിളിക്കുന്നത്. പ്രാചീന പേര് നോക്കി, ഇതിന്റെ പഴയ പേര് പരുഷ്ണി, ഐരാവതി എന്നീ പേരുകളിലൊക്കെ രവി നദി അറിയപ്പെടുന്നുണ്ടായിരുന്നു. ഏതൊക്കെ പേരുകളാണ്? പരുഷ്ണി, ഐരാവതി. ചമ്പ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ് രവി. ചമ്പലല്ല, ചമ്പ. ഹിമാചൽ പ്രദേശിലെ ചമ്പ താഴ്വരയിലൂടെ ആരൊഴുകുന്നുണ്ട്? രവി നദി ഒഴുകുന്നുണ്ട്. ചമ്പൽ വേറെ കേട്ടോ. ചമ്പൽ നദി അത് മധ്യപ്രദേശിലാണ്. ഇനി ജഹാംഗീർ, നൂർജഹാൻ എന്നീ മുഗൾ ഭരണാധികാരിയുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രവി നദീ തീരത്താണ്. അപ്പൊ ജഹാംഗീർ, നൂർജഹാൻ എന്നിവരുടെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പാകിസ്ഥാനിൽ രവി നദിയുടെ തീരത്താണ്. പ്രധാനപ്പെട്ട നഗരങ്ങൾ നോക്കാം രവി തീരത്തുള്ളത്. പത്താൻകോട്ട് അല്ലെ, പത്താൻകോട്ട്, ലാഹോർ, ഹാരപ്പ. ഹാരപ്പ രവി തീരത്തുള്ള സിന്ധു നദീ സംസ്കാര കേന്ദ്രമാണ് ഇത്, ഹാരപ്പ. സിന്ധു നദീ സംസ്കാരത്തിന്റെ ആദ്യമായിട്ട് അവശേഷിപ്പുകൾ അതിന്റെ കണ്ടെത്തിയത് ഹാരപ്പയിൽ നിന്നാണ്. ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത് പോലും, ഇൻഡസ് വാലി സിവിലൈസേഷനെ അല്ലെ. ജലവൈദ്യുത പദ്ധതി നോക്കിക്കേ. തെയിൻ അണക്കെട്ട് അല്ലെങ്കിൽ രഞ്ജിത് സാഗർ അണക്കെട്ടാണ് രവി നദിയുമായി ബന്ധപ്പെട്ട അണക്കെട്ട് അല്ലെങ്കിൽ അവിടുത്തെ ജലവൈദ്യുത പദ്ധതി കേട്ടോ. ഏതാണ്? തെയിൻ അണക്കെട്ട് അല്ലെങ്കിൽ രഞ്ജിത് സാഗർ അണക്കെട്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പോകുന്നു. സിവിൽ നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റിലേക്ക് പോകുന്നു. ലാഹോർ സമ്മേളനത്തെ തുടർന്നാണ് ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഗാന്ധിജി നയിച്ച രണ്ടാമത്തെ ജനകീയ പ്രക്ഷോഭമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. ലാഹോറിനെ പറ്റിയും രവി നദിയെ പറ്റിയും ഒക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത്. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരമാണ് ഇത്, ഉപ്പ് സത്യാഗ്രഹം 1930 അല്ലെ. അപ്പോൾ ഉപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണം, അതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ ബന്ധപ്പെട്ട മോണോപ്പൊളി ബ്രിട്ടീഷുകാരിലായിരുന്നു അല്ലെ. അതുമായി ബന്ധപ്പെട്ട ടാക്സും മറ്റു കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ പിരിച്ചിരുന്നു. അപ്പൊ സാധാരണക്കാരായിട്ടുള്ള ഈ ഉപ്പ് കർഷകർക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. ബ്രിട്ടീഷുകാരുടെ ഈ ഒരു പോളിസീസും അവരുമായി ബന്ധപ്പെട്ട ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച ടാക്സേഷനും ഒക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അപ്പൊ ആ ഒരു നിയമം ലംഘിക്കുക, ഉപ്പ് നിർമ്മാണം എന്ന് പറയുന്ന ബ്രിട്ടീഷ് ആ ഒരു പോളിസിയെ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലോയെ ഹനിക്കുക അല്ലെങ്കിൽ ലംഘിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി ആരംഭിക്കുന്നത്. ഈ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് 1930 മാർച്ച് 12-നാണ്. മാർച്ച് 12-ന് അത് ആ ഉപ്പ് നിയമം ഗാന്ധിജി ലംഘിച്ചത് 1930 ഏപ്രിൽ 6-നാണ്. എവിടുന്ന് എങ്ങോട്ടായിരുന്നു ഈ യാത്ര? സബർമതി ആശ്രമത്തിൽ നിന്ന് ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്തേക്കാണ് ഈ സത്യാഗ്രഹ യാത്ര നടത്തിയത്. ഇതിനെയാണ് നമ്മൾ ദണ്ഡി യാത്ര എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലെ. സബർമതി ആശ്രമം, ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗുജറാത്തിലെ തന്നെ ദണ്ഡി കടപ്പുറത്തേക്കാണ് ഈ സത്യാഗ്രഹ യാത്ര ഗാന്ധിജി നടത്തിയത് എന്നുള്ള കാര്യം ഓർക്കുക. ഇനി നോക്കി, ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇതുമായി ബന്ധപ്പെട്ട സബർമതി ആശ്രമം നിങ്ങൂടെ കാണാം. ഗുജറാത്തിലെ സബർമതി ആശ്രമം കേട്ടോ, സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ നിന്ന് ഇവര് നടന്ന് എവിടെ എത്തി? ദണ്ഡി കടപ്പുറത്തെത്തി കേട്ടോ. ദണ്ഡി കടപ്പുറം എവിടെ നിങ്ങൾ കണ്ടില്ലേ? അറബിക്കടലിന്റെ ഒരു പോർഷനാണ്. ഗൾഫ് ഓഫ് കമ്പത്ത് എന്നാണ് ഈ സ്ഥലത്തെ വിളിക്കുന്നത്. ഈ പ്രദേശം അറബിക്കടലിന്റെ ഈ ഒരു ഗൾഫ് പോർഷനെ കണ്ടോ, കരയ്ക്കുള്ളിലേക്ക് കയറി കിടക്കുന്ന കടൽ കണ്ടോ. ഈ ഗുജറാത്തിന്റെ കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന നീല പോർഷൻ കണ്ടോ, അത് കടലാണ് കേട്ടോ. കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന കടലിനെ നമ്മൾ ഗൾഫ് എന്ന് വിളിക്കുന്നു. ഈ ഒരു ഗൾഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൾഫ് ഓഫ് കമ്പത്ത്. അപ്പൊ ഇപ്പൊ ഒരു ഗൾഫ് ഉണ്ടല്ലോ കണ്ടോ, ഇവിടെ ഗുജറാത്തിന്റെ ഈ ഒരു കരഭാഗത്തിനുള്ളിലേക്ക് കയറി കിടക്കുന്ന കടൽ കണ്ടോ, ഈ നീല നിറത്തിലുള്ളത് കടലിനെ സൂചിപ്പിക്കുന്നു. ഇത് ഗൾഫ് ഓഫ് കച്ച് എന്നറിയപ്പെടുന്നു. എന്താണ് വിളിക്കുന്നത്? ഗൾഫ് ഓഫ് കച്ച്. അതിന് മുകളിലായിട്ടുള്ള ഈ ഒരു ചതുപ്പ് നിലം കണ്ടോ, ഗൾഫ് ഓഫ് കച്ചിന് മുകളിലുള്ള ഈ ഒരു ചതുപ്പ് നിലം കരഭാഗമാണ് കണ്ടോ. ഈ ഒരു കരഭാഗം പാകിസ്ഥാനുമായിട്ട് അതിർത്തി പങ്കിടുന്ന ആ ഒരു കരഭാഗം കണ്ടോ, അതിനെ നമ്മൾ റാൻ ഓഫ് കച്ച് എന്ന് വിളിക്കുന്നത്. ഇത് കടലല്ലല്ലോ, ഗൾഫ് ഓഫ് കച്ചാണ് കടലിന്റെ ഭാഗം. റാൻ ഓഫ് കച്ച് ചതുപ്പ് നിലമാണ് അല്ലെ. ലൂണി നദി വന്ന് പതിക്കുന്നത് ഈ റാൻ ഓഫ് കച്ചിലേക്കാണ്. ലൂണി നദി കേട്ടോ, ലൂണി നദി.
അതുപോലെ തന്നെ ഇന്ത്യയുടെ ലവണ മരുഭൂമി എന്നാണ് ഈ ഒരു റാൻ ഓഫ് കച്ച് അറിയപ്പെടുന്നത്. ഈ റാൻ ഓഫ് കച്ച് കേട്ടോ, റാൻ ഓഫ് കച്ച്, ഇത് ഇന്ത്യയുടെ ലവണ മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത്. ഗൾഫ് ഓഫ് കമ്പത്തിന്റെ പ്രത്യേകത എന്താണ്? ഗൾഫ് ഓഫ് കമ്പത്ത്, ഈ ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന മേഖലയിലേക്കാണ് നർമ്മദ, താപ്തി, മാഹി, സബർമതി എന്നീ 4 ഉപദ്വീപ നദികൾ വന്ന് പതിക്കുന്നത് ഗൾഫ് ഓഫ് കമ്പത്തിലാണ്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഏതാണ്? നർമ്മദ, അല്ലെ? നർമ്മദ. രണ്ടാമത്തെ ഏതാണ്? താപ്തി. പിന്നെ ഏതാണ് മൂന്നാമത്തേത്? മാഹി. മാഹി. നാലാമത്തെ ഏതാണ്? യെസ്, സബർമതി. ഈ 4 നദികളുടെയും പതനം എവിടെയാണ്? അറബിക്കടലിൽ ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന മേഖലയിലാണ്. അപ്പൊ ഗൾഫ് ഓഫ് കമ്പത്തും ഗൾഫ് ഓഫ് കച്ചും റാൻ ഓഫ് കച്ചും നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ദണ്ഡി യാത്രയുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ജോഗ്രഫിയിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നർമ്മദ, താപ്തി, മാഹി, സബർമതി ഏതൊക്കെയാണ്? നർമ്മദ, ഉപദ്വീപ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളാണല്ലോ ഇവരെല്ലാം. അതുകൊണ്ടാണല്ലോ ഇവർ അറബിക്കടലിൽ വന്ന് പതിക്കുന്നത്. നർമ്മദ, അതെ, ഉപദ്വീപ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ. ഏകദേശം 1312 കിലോമീറ്ററാണ് നർമ്മദ ഒഴുകുന്നത്. 2, താപ്തി, നർമ്മദയുടെ ഇരട്ടയെന്നും നർമ്മദയുടെ തോഴി എന്നൊക്കെ അറിയപ്പെടുന്നു. സൂറത്ത് പട്ടണം ഈ താപ്തി നദീ തീരത്താണ്. സൂറത്ത് പട്ടണം, അല്ലെ? ജബൽപൂർ നർമ്മദയുടെ തീരത്താണ്, ജബൽപൂർ. അതുപോലെ തന്നെ നർമ്മദയിലുള്ള അണക്കെട്ടാണ് സർദാർ സരോവർ, ഫേമസ് ആയിട്ടുള്ള സർദാർ സരോവർ അണക്കെട്ട് നർമ്മദയിലുള്ള അണക്കെട്ടാണ്. ഇന്ദിരാസാഗർ അണക്കെട്ട്, ഇതൊക്കെ നർമ്മദ നദിയിലാണ് കേട്ടോ. താപ്തി, സൂറത്ത് പട്ടണം, ഇന്ത്യയുടെ വജ്ര നഗരം എന്നറിയപ്പെടുന്ന സൂറത്ത് താപ്തി നദീ തീരത്താണ്. മാഹി, ഇത് കേരളത്തിലെ മാഹി അല്ല, ഗുജറാത്തിലെ മാഹി. ഇതിന്റെ ഇവിടെ ഈ ഒരു വിന്ധ്യ നിരകളിൽ നിന്ന് ഉത്ഭവിച്ചതുകൊണ്ട് ഇങ്ങനെ വരുന്ന മാഹി കണ്ടോ, ഇതാണ് മാഹി. ഇവിടെ മാഹി നദി ഈ ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കിടക്കുന്ന നദി എന്നാണ് മാഹിയെ വിളിക്കുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ 2 തവണ മുറിച്ചു കിടക്കുന്ന നദി. പിന്നെ 4, സബർമതി കണ്ടോ, ആരവല്ലി നിരകളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഈ സബർമതി കണ്ടോ. ഈ 4 നദികളും ഇതാണ് നമ്മുടെ നർമ്മദ. അതിന് താഴെ താപ്തി, ഇതാണ് താപ്തി കണ്ടോ, താപ്തി. ഇതാണ് നർമ്മദ. വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിൽ കൂടെ നർമ്മദ ഒഴുകുന്നത് കണ്ടില്ലേ? വിന്ധ്യ പർവ്വതനിരയ്ക്കും സത്പുര പർവ്വതനിരയ്ക്കും ഇടയിലൂടെ ഒരു ഭ്രംശ താഴ്വരയിലൂടെയാണ് ആരൊഴുകുന്നത്? നർമ്മദ ഒഴുകുന്നത് കണ്ടോ. അതുപോലെ തന്നെ ഈ മാഹി, മാഹി, സബർമതി, ഈ 4 നദികളും പതിക്കുന്നത് എവിടെയാണ്? ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന മേഖലയിലാണ് കേട്ടോ. ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന മേഖലയിലാണ്. ഇത് മറന്നു പോകത്തില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അപ്പൊ നമുക്ക് പൂർണ്ണ സ്വരാജും അതേപോലെ തന്നെ സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട ജോഗ്രഫിക്കൽ ആയിട്ടുള്ള വസ്തുതകൾ വളരെ ചെറിയ പോയിന്റ്സ് ആണ്, എന്നാലും പ്രധാനപ്പെട്ടതാണ്, എക്സാംസിന് ആവർത്തിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കി. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള സമയം നമുക്ക് 1947 കാലഘട്ടത്തിലേക്ക് ഇനി പോവാണ്. 1930 നിന്ന് നമ്മൾ 47ലേക്ക് പോവാണ്, അല്ലെ? രാജ്യം മറ്റൊരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്, അല്ലെ? ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ നമുക്ക് സ്വാതന്ത്ര്യ ദിനമാണ്. മറ്റൊരു സ്വാതന്ത്ര്യ ദിനത്തിലേക്ക് നമ്മൾ എത്തുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. അപ്പോൾ ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള സമയം അല്ലെങ്കിൽ 1900 സ്വാതന്ത്ര്യത്തിനോടനുബന്ധിച്ചുള്ള സമയം ഇന്ത്യയിലെ പ്രദേശങ്ങൾ എങ്ങനെയായിരുന്നു? എങ്ങനെയാണത് ഇവിടെ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിലെ 2 തരത്തിലുള്ള പ്രദേശങ്ങളാണ് നിലനിന്നിരുന്നത്. ഇന്നത്തെ പോലെ സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും ആയിരുന്നോ? അല്ല. ഒന്ന്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങൾ, അതായത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങൾ. 2, ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച നാട്ടുരാജ്യങ്ങൾ. ഇങ്ങനെ 2 കൂട്ടരായിരുന്നു അല്ലെങ്കിൽ 2 പ്രദേശങ്ങൾ ഇന്ത്യയിൽ നിലനിന്നിരുന്നത്. 1947 ഓഗസ്റ്റ് 15 മുമ്പും ആ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചുള്ള സമയങ്ങളുടെയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെയുള്ള ആ ഒരു സമയത്തെ ഇന്ത്യയിലെ പ്രദേശങ്ങളെ നമുക്ക് 2ആയിട്ട് തിരിക്കായിരുന്നു. ഇന്ത്യയിലെ മുഴുവൻ പ്രദേശങ്ങളെ ഈ പറഞ്ഞ 2ആയിട്ട് തിരിക്കായിരുന്നു. ഒന്ന്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളെന്നും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച നാട്ടുരാജ്യങ്ങളെന്നും 2ആയി തരംതിരിക്കാമായിരുന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ഇനി എന്താണ് അവസ്ഥ നോക്കാം. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. ഈ രണ്ടാമത് പറഞ്ഞ കൂട്ടരുണ്ടല്ലോ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അതൊരു വലിയ പ്രശ്നമായിരുന്നു. ഇവരെല്ലാം ഇന്ത്യൻ യൂണിയനിലേക്ക് മാറ്റുക അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. ഒന്നാമത്തെ സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയപ്പോൾ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അവർ നേരിട്ട് നിയന്ത്രിച്ചിരുന്ന സ്ഥലങ്ങൾ ഇന്ത്യയുടെ ഭാഗമായി മാറി. പക്ഷേ ഈ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നുള്ളത് വലിയ ഒരു പ്രശ്നമായിരുന്നു, വലിയൊരു വെല്ലുവിളിയായിരുന്നു. അപ്പൊ അതിനു മുമ്പുള്ള സമയത്ത് നോക്കിക്കേ, അതായത് 1947 മുമ്പ്, ബിഫോർ 1947, ആ സമയത്തുള്ള ഇന്ത്യയുടെ മാപ്പാണിത്. ഇന്ത്യയും പാകിസ്ഥാനും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും കണ്ടോ. ഇന്ത്യയും പാകിസ്ഥാനും അന്ന് നമ്മൾ
സെപ്പറേഷന് മുമ്പുള്ള സമയമാണ്, വിഭജനത്തിന് മുമ്പുള്ള സമയമാണല്ലോ. 1947 എന്ന് പറയുമ്പോൾ വിഭജനത്തിന് മുമ്പുള്ള സമയം. അപ്പോൾ ഇവിടെ കുറേ നാട്ടുരാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റോസ് കളറിലുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളും ഈ യെല്ലോ കളറിലുള്ള എല്ലാം ബ്രിട്ടീഷ് ഇന്ത്യയുമായിരുന്നു. നമ്മുടെ കേരളമൊക്കെ കണ്ടില്ലേ, കേരളത്തിന്റെ ഈ ഒരു തെക്ക് ഭാഗമൊക്കെ തിരുവിതാംകൂർ, കൊച്ചി നാട്ടുരാജ്യം. നമ്മുടെ ആ മലബാർ ഭാഗമൊക്കെ ബ്രിട്ടീഷ് നേരിട്ട് ഭരിച്ചിരുന്നു, അല്ലെ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു. അതുപോലെ തന്നെ മൈസൂർ കണ്ടോ, നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ഹൈദരാബാദ് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാം. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ മഞ്ഞ നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ മഞ്ഞ നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള 1947 ഓഗസ്റ്റ് 15 മുമ്പുള്ള ഇന്ത്യയുടെ അവസ്ഥ. അതിന്റെ ഒരു മാപ്പ് വിവിധ നാട്ടുരാജ്യങ്ങളായിട്ടും അതുപോലെ ബ്രിട്ടീഷുകാരുടെ പ്രൊവിൻസുകളായിട്ടും അവർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശങ്ങളായും ഈ പറഞ്ഞ ഇന്ത്യയിലെ പ്രദേശങ്ങൾ അങ്ങനെയായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് ഇന്ത്യയിൽ നിലവിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ 565 ആയിരുന്നു. 565 നാട്ടുരാജ്യങ്ങൾ ഇങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ചിതറിക്കിടക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹമാണ് ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ഏകീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ അവയെല്ലാം ഏകോപിപ്പിക്കാനായിട്ട്, അവയെല്ലാം ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കാനായിട്ടുള്ള പ്രയത്നം അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി VP മേനോനായിരുന്നു. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ ഈ പട്ടേലിനൊപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ച മലയാളിയായിരുന്നു ആര്? VP മേനോൻ. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ എല്ലാവരും ഈ 565 നാട്ടുരാജ്യങ്ങളും ഇന്ത്യയിലേക്ക് ചേർക്കാനായിട്ട് പരിശ്രമിച്ചു. പക്ഷെ 3 പേര് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. 1 ഹൈദരാബാദ്, അല്ലെ, 2 കാശ്മീർ, 3 ജുനഗഡ്. ഇങ്ങനെ 3 പേര് ഇന്ത്യൻ യൂണിയനിൽ ചേരാനായിട്ട് വിസമ്മതിച്ചു. കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരായിരുന്നു? രാജ ഹരി സിംഗ് ആയിരുന്നു. കാശ്മീരിനെ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജാവ് ആരായിരുന്നു? രാജ ഹരി സിംഗ്. അപ്പൊ അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യം വിസമ്മതിച്ചു, പിന്നീട് ഇന്ത്യയിലേക്ക് ചേരാനുള്ള ഒരു ഉടമ്പടി ഒപ്പുവെക്കാണ് ഉണ്ടായത്. കാരണം എന്താ? കാശ്മീരിലേക്ക് പാകിസ്ഥാന്റെ ഇൻവേഷൻ ഉണ്ടായി. പാകിസ്ഥാൻ ഈ കാശ്മീരിനെ ആക്രമിക്കാനായിട്ട് ഒരുങ്ങിയ സാഹചര്യത്തിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് ചേരാനായിട്ട് അദ്ദേഹം ആവശ്യം അറിയിക്കുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് ചേരാനുള്ള ഉടമ്പടിയിൽ അദ്ദേഹം ഒപ്പുവെക്കുന്നു, രാജാ ഹരി സിംഗ്. ഇന്നും ഇതൊരു ഡിസ്പ്യൂട്ടഡ് ലാൻഡായിട്ട് ആ പ്രദേശം സ്ഥിതി ചെയ്യുന്നു. ഏതാ? ഈ കാശ്മീരിന്റെ കുറച്ച് ഭാഗങ്ങൾ. ഓക്കെ, ഇനി 2 ഹൈദരാബാദോ? ഹൈദരാബാദിന്റെ അവസ്ഥ എന്താണ്? ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചത് 1948 മറ്റേത് 47 തന്നെ. കാശ്മീർ 47 വർഷം 47 ആയിരുന്നേ. 47 തന്നെ കാശ്മീർ ഇന്ത്യയിലേക്ക് ചേരാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അങ്ങനെ ഇന്ത്യൻ പട്ടാളം, ഇന്ത്യൻ സൈന്യം കാശ്മീരിലേക്ക് എത്തുന്നു. ആ നേരത്ത് പാകിസ്ഥാൻ ഇൻവേഷൻ അവിടെ ഉണ്ടാകുന്നു, അവിടെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന. ഹൈദരാബാദ് കുറച്ചും കൂടെ ലേറ്റായി. 1948 സെപ്റ്റംബറിൽ ഒരു സൈനിക വിന്യാസത്തിലൂടെയാണ് നമ്മൾ ഹൈദരാബാദിനെ ഇന്ത്യയിലേക്ക് ചേർക്കുന്നത്. അപ്പൊ ഹൈദരാബാദ് നിസാം ഇന്ത്യയിലേക്ക് സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ പുള്ളി ആഗ്രഹിച്ചു. അദ്ദേഹത്തെ നമ്മൾ ഇന്ത്യക്കുള്ളിൽ തന്നെ അങ്ങനെ നിൽക്കുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറി ഹൈദരാബാദിലേക്ക് കയറി ആക്രമിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി ഹൈദരാബാദിനെ. ഓപ്പറേഷൻ പോളോ എന്ന് ഇതിനെ വിളിക്കുന്നത്. ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന ഒരു സൈനിക വിന്യാസത്തിലൂടെയാണ് ഹൈദരാബാദിനെ ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കുന്നത്. ജനഹിത പരിശോധന വഴി ജുനഗഡ് ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്തത് നാട്ടുരാജ്യമായിരുന്നു. 1948 ഫെബ്രുവരിയിൽ ജുനഗഡും ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്നു. അങ്ങനെ എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യയുടെ ഭാഗമായി മാറി. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണം എന്നൊരാവശ്യം ആദ്യം തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷെ അത് ആദ്യത്തെ കുറെ കമ്മീഷനുകൾ, അത് SK ധാറിന്റെ അതേപോലെ JVP കമ്മിറ്റികളൊന്നും ആദ്യം അത് അംഗീകരിച്ചിരുന്നില്ല. പിന്നീട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കണം എന്ന ആവശ്യത്തിൽ മേൽ ഒത്തിരി വലിയ പ്രക്ഷോഭങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായി. പോറ്റി ശ്രീരാമലു തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവരെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണം എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് നിരാഹാരം കിടന്നതും ഒക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നതാണ്. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ അങ്ങനെ പുനഃസംഘടിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ ഗവൺമെന്റ് രൂപീകരിക്കുന്നു. ആരെ രൂപീകരിക്കുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനങ്ങളെ രൂപീകരിക്കാൻ അവസാനം ഗവൺമെന്റ് തീരുമാനിക്കുക. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷനായിരുന്നു ആര്? ഫസൽ അലി. ഫസൽ അലി ആയിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ അധ്യക്ഷൻ. ആ കമ്മീഷനിലെ മറ്റംഗങ്ങളായിരുന്നു HN കുൻസുറു അതുപോലെ KM പണിക്കർ. ഇവർ രണ്ടുപേരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. ഭാഷ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി രൂപീകൃതമായ സംസ്ഥാനമാണ് ഏത്? ആന്ധ്ര സംസ്ഥാനം. ആന്ധ്ര സ്റ്റേറ്റ് എന്നാണ് വിളിച്ചത്. ആന്ധ്രാപ്രദേശ് എന്നല്ല, ആന്ധ്ര സ്റ്റേറ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1956 56 നവംബർ 1 തൊട്ടാണ് ആന്ധ്രാപ്രദേശ് എന്ന് ഇത് അറിയപ്പെടാൻ തുടങ്ങിയത്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം 1953. അപ്പൊ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു
ആന്ധ്ര സ്റ്റേറ്റ് അല്ലെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് രൂപപ്പെട്ട സംസ്ഥാനമാണ് ഏത്? ആന്ധ്ര സംസ്ഥാനം. ആന്ധ്ര. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയ വർഷം, സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 1956. 1956 സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് പാർലമെന്റ് പാസ്സാക്കുന്നത്, അല്ലെങ്കിൽ അത് എന്താണ് ഫൈനലി റെക്കഗ്നൈസ് ചെയ്യുന്നത്. സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിരുന്നു. അപ്പൊ സംസ്ഥാന പുനഃസംഘടനയ്ക്ക് ശേഷം അവർ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. 1953 മറ്റേ സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകരിച്ചല്ലോ, അവർ 55 റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് 16 സംസ്ഥാനങ്ങളോ മറ്റോ ആയിരുന്നു അവരുടെ നിർദ്ദേശം. പക്ഷേ പാർലമെന്റ് ഫൈനലി അംഗീകരിക്കുന്നത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് ഇന്ത്യനെ നമ്മൾ 1956 പുനഃസംഘടനാ നിയമപ്രകാരം നമ്മൾ അങ്ങനെ ഫോർമുലേറ്റ് ചെയ്യുന്നു. അവസാനമായിട്ട് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട സംസ്ഥാനം നിങ്ങൾക്ക് അറിയായിരിക്കും, തെലങ്കാനയാണ്. 2014 ജൂൺ 2 അവസാനമായിട്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത്. അതേതാണ്? തെലങ്കാന. 2014 ജൂൺ 2. അപ്പൊ നമുക്ക് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കിയതിനു ശേഷമുള്ള ആ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യയുടെ മാപ്പ് ഒന്ന് കാണാം. അപ്പം നാട്ടുരാജ്യങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് സംയോജിച്ചതിന് ശേഷം 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും അടങ്ങുന്ന ആ ഒരു ഇന്ത്യയുടെ മാപ്പ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമുക്ക് കേരള സ്റ്റേറ്റ് ഫോം ചെയ്യുന്നു 1956 നവംബർ 1, കേരള പിറവി എന്ന് നമ്മൾ പഠിക്കുന്നില്ലേ. അപ്പം അവിടുത്തെ കർണാടക ഉണ്ട്, പക്ഷെ അത് മൈസൂർ എന്ന പേരിലാണ്, കണ്ടോ. തമിഴ്നാട് മദ്രാസ് എന്ന പേരിലാണ്. ആന്ധ്രാപ്രദേശ് എന്ന പേര് തന്നെ. പിന്നെ ബോംബെ, പിന്നെ സൗരാഷ്ട്ര, കച്ച്, രാജസ്ഥാൻ, അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ, 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിരുന്നു ഒരു 1956 ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച സമയത്ത് ഇന്ത്യ സംസ്ഥാനങ്ങളായിരുന്നില്ല, നാട്ടുരാജ്യങ്ങളായിരുന്നു അല്ലെ. പിന്നീട് സ്വാതന്ത്ര്യം ലഭിക്കുന്ന 47 ഓഗസ്റ്റ് 15 പിന്നീട് 1956 എത്തുമ്പോഴാണ് നമുക്ക് 14 സ്റ്റേറ്റും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് ഇന്ത്യ മാറുന്നത്. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ 2024 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട്? ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു ഇപ്പൊ അല്ലെ. 14 എത്രയായി? 28. ആദ്യം 29 ആയിരുന്നു. ജമ്മു കാശ്മീർ സംസ്ഥാനമായിരുന്ന കാലഘട്ടത്തിൽ 29 ആയിരുന്നു അല്ലെ. പിന്നീട് 2019 ശേഷം ജമ്മു കാശ്മീർ, ജമ്മു, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറിയപ്പോൾ അത് 28 മാറി. പലരും 29 എന്ന് പഠിച്ചു വെച്ചേക്കുന്നത് ജമ്മു കാശ്മീരിനെ കൂടെ കൂട്ടിയിട്ടാ. അതിപ്പോ ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളാ. ജമ്മു, ലഡാക്ക് എന്നീ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാ. പിന്നെ 8 യൂണിയൻ ടെറിട്ടറീസും അല്ലെ. 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളും. നിലവിൽ 2024 എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് ആ കേന്ദ്രഭരണ പ്രദേശങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തത് ജമ്മു കാശ്മീർ, 1, 2 ലഡാക്ക്. അത് 2 നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. 3 ഇവിടെ എഴുതിയിട്ടുണ്ട്, ചണ്ഡീഗഡ് കേട്ടോ, ചണ്ഡീഗഡ് 3. 4ാമത്തത് ഡൽഹി, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. 5ാമത്തത് ദാമൻ ആൻഡ് ദിയു ആൻഡ് ദാദ്ര ആൻഡ് നഗർ ഹവേലി. ഗുജറാത്തിലും മഹാരാഷ്ട്രയിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ 2 കൂട്ടര് കേട്ടോ. എത്രയായി? 1, 2, 3, 4, 5. 6ാമത്തത് ലക്ഷദ്വീപ്. 6ാമത്തത് ലക്ഷദ്വീപ് അറബിക്കടലിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന 36 ദ്വീപുകളുള്ള ലക്ഷദ്വീപ്. പിന്നെ 7ാമത്തത് പുതുച്ചേരി. അതും തമിഴ്നാട്ടിലും ആന്ധ്രയിലും കേരളത്തിലുമാണ് പുതുച്ചേരി വ്യാപിച്ചു കിടക്കുന്നത് കേട്ടോ. അതിന്റെ ഒരു ഭാഗം മാഹി, കേരളത്തിൽ മാഹി ഉണ്ട്. തമിഴ്നാട്ടിലൊക്കെ ആയിട്ട് ഈ പുതുച്ചേരിയുടെ ഭാഗങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യാനം, ആന്ധ്രാപ്രദേശിൽ യാനം വരുന്നുണ്ട് അല്ലെ. ഇവരെല്ലാം കൂടെ ചേരുന്നതാണ് പുതുച്ചേരി. അപ്പൊ എത്രയായി? 7 എണ്ണമായി അല്ലെ. 8ാമത്തത് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ബംഗാൾ ഉൾക്കടലിൽ വ്യാപിച്ചിടക്കുന്ന ഏകദേശം 572ഓളം ദ്വീപുകളുള്ള ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്. അങ്ങനെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. സംസ്ഥാനങ്ങൾ നമുക്കൊന്ന് നോക്കാം ഏതൊക്കെയാണ്. കേരള, ഓരോന്നും പറഞ്ഞു പോവാണ്, മാർക്ക് ചെയ്യുവാണ്. തമിഴ്നാട് 3, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു, തെലങ്കാന. അപ്പൊ എത്രയായി? 1, 2, 3, 4, 5. 6ാമത്തത് മഹാരാഷ്ട്ര. 7ാമത്തത് ഗുജറാത്ത്. 8ാമത്തത് ഇവിടെ നോക്കിയേ, രാജസ്ഥാൻ. 9 മധ്യപ്രദേശ്. 10 ഉത്തർപ്രദേശ്. 11 പഞ്ചാബ്. 12 ഹരിയാന. 13 ഉത്തരാഖണ്ഡ്. 14 ഹിമാചൽ പ്രദേശ്. ഇനി ഇങ്ങോട്ട് വീണ്ടും വരാം. 15 ഛത്തീസ്ഗഡ്. 16 ഒഡീഷ. 17 ജാർഖണ്ഡ്. 18 ബീഹാർ. 19 വെസ്റ്റ് ബംഗാൾ. ഇവിടെ ഒരെണ്ണം വിട്ടുപോയായിരുന്നു. ഇവിടെ 20 ഗോവ. ഇവിടെ വിട്ടുപോയി, ചെറുതായത് നമ്മൾ നോക്കിയില്ല. ഗോവ. 21 സിക്കിം. ഇനി 22 അരുണാചൽ പ്രദേശ്.
23 ആസാം, 24 നാഗാലാൻഡ്, 25 മണിപ്പൂര്, 26 മിസോറാം, 27 ത്രിപുര, 28 മേഘാലയ. 28 സംസ്ഥാനങ്ങളും എവിടെയാണ് വരുന്നത് എന്ന് ഞാൻ കൃത്യമായിട്ട് വരച്ച് കാണിച്ചു തന്നു. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ എവിടെയാണ് വരുന്നത് എന്നുള്ളൊരു മാപ്പിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കാണാം നിങ്ങൾക്ക്. അപ്പൊ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നുണ്ട്. ഇവിടം തൊട്ട് ഇവർ 7 പേരെയാണ് 7 സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇവർ 7 പേര്. അതിനകത്ത് സിക്കിം വരുന്നില്ല. വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾക്കകത്ത് സിക്കിം ഇല്ല എന്നുള്ള കാര്യം ഓർത്തോണം. ഇവർ 7 പേര്. ആരൊക്കെയാണ്? അരുണാചൽ പ്രദേശ് 1, 2 നാഗാലാൻഡ് താഴെ, 3 മണിപ്പൂര്, 4 മിസോറാം, 5 ത്രിപുര, 6 മേഘാലയ, 7 ആസാം. ഇവർ 7 പേരെയാണ് 7 സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. അപ്പോൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ കൃത്യമായിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിലവിലത്തെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് നമ്മുടെ എവല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു. ആദ്യം നാട്ടുരാജ്യങ്ങളായിരുന്നു. നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന പ്രൊവിൻസുകളായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് നാട്ടുരാജ്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. 14 സ്റ്റേറ്റും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടാവുന്നു. പതുക്കെ സ്റ്റേറ്റ്സിന്റെ എണ്ണം കൂടി വരുന്നു. ഇപ്പൊ 2024 എത്തി നിൽക്കുമ്പോൾ എത്രയായി? നമുക്ക് 28 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറീസും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും. നോക്കിക്കേ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ എണ്ണം മറക്കരുത്. 29 അല്ല. ജമ്മു കാശ്മീരിനെ കേന്ദ്രഭരണ പ്രദേശമാക്കിയപ്പോൾ ഇപ്പൊ 28 സ്റ്റേറ്റ്, 8 കേന്ദ്രഭരണ പ്രദേശങ്ങൾ. ഏതൊക്കെയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു. അല്ലെ, അവര് 2020 ജനുവരി 26 ഇവർ രണ്ടുപേരും കൂടെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറുന്നത്. പിന്നെ ഡൽഹി 4, 5 ജമ്മു കാശ്മീർ. ഒക്ടോബർ 31, 2019 ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായിട്ട് മാറി. പിന്നെ ലക്ഷദ്വീപ്, പുതുച്ചേരി, അതുപോലെ തന്നെ വീണ്ടും ലഡാക്ക് കേട്ടോ. ലഡാക്ക് ഒക്ടോബർ 31, 2019 സംസ്ഥാന പദവി നഷ്ടപ്പെട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി മാറുന്നു. ഇനി ഇന്ത്യയിലെ നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ 2024 എത്തി നിൽക്കുമ്പോൾ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ അല്ലെങ്കിൽ പോപ്പുലേഷൻ ഏറ്റവും കൂടിയ സംസ്ഥാനങ്ങൾ ആദ്യത്തെ ഒരു 5 എണ്ണം നമുക്കൊന്ന് പഠിക്കാം. ഓർഡറിൽ തന്നെ പഠിക്കണം. കേരളത്തിന്റെ സ്ഥാനവും കൂടെ ഒന്ന് പഠിക്കണം. അത്രയും നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ഉത്തർപ്രദേശ് 1ാം സ്ഥാനത്ത്. 2024 കണക്കാ പറയുന്നത്. ഇവിടെ കൃത്യമായിട്ട് എത്രയാണ് ജനസംഖ്യ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഏകദേശം 23 കോടിക്ക് മുകളിൽ ജനസംഖ്യ ഉണ്ട്. 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, ഏകദേശം കണ്ടോ 23 കോടിക്കടുത്ത്. 2ാം സ്ഥാനത്ത് ബീഹാർ ആണ്. ഏകദേശം 12 കോടിക്കടുത്ത് അവിടെ ജനസംഖ്യ വരുന്നു. 24 കണക്കാണ്. 3ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര 12 കോടിക്കടുത്താണ് ജനസംഖ്യ വരുന്നത്. 17% ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ പോപ്പുലേഷൻ നോക്കുമ്പോൾ 17% ഉത്തർപ്രദേശിന്റെ പോപ്പുലേഷൻ ആണ്. 9.20% ബീഹാറിന്റെ പോപ്പുലേഷൻ ആണ്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ 17% അല്ല, അത് 1.01% കേട്ടോ. 1.01%. 1.01% കേട്ടോ. സോറി, 1%. 1.01% ആണ് ഉത്തർപ്രദേശിന്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയൊക്കെ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ സ്ഥാനം നിങ്ങൾ നോക്കിക്കേ, ഉത്തർപ്രദേശാണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് ബീഹാർ വരുന്നു. 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. 12 കോടി തന്നെയാണ് മഹാരാഷ്ട്രയുടെ. പിന്നെ 4ാം സ്ഥാനത്ത് വെസ്റ്റ് ബംഗാളാണ്. 5ാം സ്ഥാനത്ത് മധ്യപ്രദേശാണ്. അപ്പൊ ഈ ഒരു ഓർഡർ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ നോക്കിക്കേ, ഏതാണ്? ഒന്നാമത്തത് ഉത്തർപ്രദേശ്. 2ാം സ്ഥാനത്ത് ബീഹാർ. 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര. 4ാം സ്ഥാനത്ത് വെസ്റ്റ് ബംഗാൾ. 5ാം സ്ഥാനത്ത് മധ്യപ്രദേശ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ പെർസെൻറ്റേജ് ഇവിടെ ഇത് ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ് കേട്ടോ. 1.01 ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ്. സോറി, പെർസെൻറ്റേജ് 17% തന്നെ കേട്ടോ. 17% പെർസെൻറ്റേജ് ഷെയർ കേട്ടോ. പെർസെൻറ്റേജ് ഇവിടെ ഷെയർ എന്ന് കൊടുത്തിട്ടുണ്ട് മുകളിൽ. ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ ഗ്രോത്ത് പെർസെൻറ്റേജ് ആയിരുന്നു. ബീഹാർ 9.20%, മഹാരാഷ്ട്ര 9.09%, വെസ്റ്റ് ബംഗാളിന്റെ ഷെയർ 7.10%, മധ്യപ്രദേശിന്റെ ഷെയർ 6.26%. ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. കേരളം നമുക്ക് നോക്കാം. 15ാം സ്ഥാനത്താണ്. പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ കേരളം 2024 കണക്ക് പ്രകാരം 15ാം സ്ഥാനത്താണ്. ഏകദേശം 3,59,00,000 കേട്ടോ. 3,59,00,000. ഗ്രോത്ത് പെർസെൻറ്റേജ് 0.40 ആണ് ഗ്രോത്ത് പെർസെൻറ്റേജ്.
ടോട്ടൽ ഷെയർ കേരളത്തിൻ്റെ ഷെയർ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ ഷെയർ എന്ന് പറയുമ്പോൾ 2.56% ആണ് കേട്ടോ. 2.56%. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, മധ്യപ്രദേശ്, അതാണ് ആദ്യത്തെ 5 എണ്ണം. 6ാം സ്ഥാനത്ത് രാജസ്ഥാനാണ്. കേരളം 15ാം സ്ഥാനത്താണ്. കേരളത്തിൻ്റെത് എത്രയാണ് പോപ്പുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, പെർസെൻറ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തത് ഈ ഒരു ലിസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ് കേട്ടോ. ഈ ഒരു ലിസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് ആണ്. ഈ ഒരു ലിസ്റ്റാണ് പെർസെൻറ്റേജ് കേട്ടോ. ഈ ഒരു ലിസ്റ്റാണ് പെർസെൻറ്റേജ്. ഓക്കെ, ഇനി ഏരിയ വൈസ് നമുക്ക് നോക്കാം. ഇത് പോപ്പുലേഷൻ വൈസ് ആയിരുന്നല്ലോ. ഇനി ഏരിയ വൈസ് നോക്കാം. ഏരിയ വൈസ് നോക്കുമ്പോൾ 1 സെക്കൻഡ്. ഏരിയ വൈസ് നോക്കുമ്പോൾ 1ാം സ്ഥാനത്ത് രാജസ്ഥാനാണ്. ഏരിയ വൈസ് വിസ്തൃതിയിൽ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. 2ാം സ്ഥാനത്ത് മധ്യപ്രദേശാണ്. 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്രയാണ്. 4ാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ്. 5ാം സ്ഥാനത്ത് ഗുജറാത്താണ്. ഇതാണ് ഏരിയ വൈസ് നമ്മൾ പറയുന്നത്. ഏരിയ വൈസ് പറയുമ്പോൾ കേരളം എത്രാം സ്ഥാനത്ത് വരുന്നു? സ്റ്റേറ്റുകളുടെ എണ്ണത്തിൽ 21ാം സ്ഥാനത്ത് ആര് വരുന്നുള്ളൂ? ഏരിയ വൈസ് ആര് വരുന്നുള്ളൂ? കേരളം വരുന്നുള്ളൂ കേട്ടോ. ഏരിയ വൈസ് ഇപ്പോൾ മുമ്പിലുള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലഡാക്കാണ് കേട്ടോ. ഏരിയ വൈസ് ഏറ്റവും വലിയ യൂണിയൻ ടെറിട്ടറി ഏതാണ്? ലഡാക്കാണ്. ഏരിയ വൈസ് രണ്ടാമതുള്ള യൂണിയൻ ടെറിട്ടറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ജമ്മു കാശ്മീർ. നേരത്തെ ഇതിലൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഏരിയ വൈസ് ഇപ്പോൾ ലഡാക്കാണ്. ഏരിയ വൈസ് രണ്ടാമതുള്ളത് ആരാണ്? ജമ്മു കാശ്മീരാണ്. നേരത്തെ നമ്മൾ ആൻഡമാൻ നിക്കോബാർ എന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ പോപ്പുലേഷൻ വൈസ് ഇവിടെ വന്നിട്ടില്ല. പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒന്നാമതുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ് കേട്ടോ. പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ ഒന്നാമത് വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ഏരിയ വൈസ് ഒന്നാമത് വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഇപ്പോൾ നിലവിലേതാണ്? ലഡാക്കാണ് കേട്ടോ. ലഡാക്കാണ്, മറന്നുപോകരുത്. പോപ്പുലേഷൻ വൈസ് വരുന്നത്, പോപ്പുലേഷൻ ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ഡൽഹിയാണ്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. ഏരിയ വൈസ് ഒന്നാമത് വരുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഓക്കെ, ഇപ്പോൾ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ് വരുന്നത്? 21 കേട്ടോ. 21. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ അതിർത്തികൾ കൂടി നമുക്കൊന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്നത് 7 രാജ്യങ്ങളാണ്. ആരൊക്കെയാണ്? NCP-BAMB ബാംബ് എന്നൊരു ഓർഡർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നേപ്പാൾ, ചൈന, പാകിസ്ഥാൻ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്. ഇങ്ങനെ ഇന്ത്യയുമായിട്ട് നിലവിൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7. സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 2. സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 2. ആരൊക്കെയാണ്? ശ്രീലങ്ക, മാലിദ്വീപ് കേട്ടോ. ശ്രീലങ്ക, മാലിദ്വീപാണ് ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഇനി ഏറ്റവും കൂടുതൽ സമുദ്ര അതിർത്തി ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബംഗ്ലാദേശാണ്. 4096.7 കിലോമീറ്റർ. ഇന്ത്യയുമായിട്ട് രണ്ടാമത് അതിർത്തി പങ്കിടുന്നത് ചൈനയാണ്. മൂന്നാമത് പാകിസ്ഥാനാണ്. ഏറ്റവും കുറവ് അഫ്ഗാനിസ്ഥാനാണ്. 106 കിലോമീറ്റർ മാത്രമേ വരുന്നുള്ളൂ. ടോട്ടൽ നമ്മുടെ കര അതിർത്തി എന്ന് പറഞ്ഞാൽ 15,106.7 കിലോമീറ്റർ ആണ്. 15,106.7 കിലോമീറ്റർ ആണ് ടോട്ടൽ അതിർത്തി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ ചൈനയാണ്. വലിയ രാജ്യം ചൈനയാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചെറിയ രാജ്യം ഭൂട്ടാനാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഏറ്റവും കൂടുതൽ കര അതിർത്തി ഇന്ത്യയുമായിട്ട് പങ്കിടുന്നത് ബംഗ്ലാദേശാണ്. കുറവ് അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ. ഇത് തിരിഞ്ഞു പോകരുത്. ഏറ്റവും വലിയ അയൽരാജ്യം ചോദിക്കുമ്പോൾ ബംഗ്ലാദേശ് എഴുതി വെക്കരുത്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം മാത്രമേ ഏതുള്ളൂ? ബംഗ്ലാദേശേ ഉള്ളൂ. ഓക്കെ, അതിർത്തി രേഖകളുടെ പേരുകൾ നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സ്വാതന്ത്ര്യത്തിന് സമയത്ത്, സ്വാതന്ത്ര്യ കാലഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഭജനം നടക്കുന്നുണ്ട് അല്ലെ. മൗണ്ട് ബാറ്റൺ ഈ ഒരു വിഭജനത്തിന് വേണ്ടി നിയോഗിച്ചത് സിറിൽ റാഡ്ക്ലിഫിനെയാണ്. അതുകൊണ്ട് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഇന്നും അറിയപ്പെടുന്നത് റാഡ്ക്ലിഫ് ലൈൻ എന്നാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി മക്മോഹൻ രേഖ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ഡ്യൂറന്റ് രേഖ എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള അതിർത്തി പാക് കടലെടുക്കാണ്. യഥാർത്ഥത്തിൽ കടലിലാണല്ലോ ശ്രീലങ്ക കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയ്ക്കുള്ള ആ ഒരു അതിർത്തി കടലിലാണ് വരുന്നത്. അതിന് പാക് കടലെടുക്കെന്ന് വിളിക്കുന്നു. ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയ്ക്കുള്ള അതിർത്തിയും കടലിലാണ്. അത് നമ്മൾ 8 ഡിഗ്രി ചാനൽ എന്ന് വിളിക്കുന്നു. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയ്ക്കുള്ള അതിർത്തി ഇടനാഴിയെ തീൻ ബിഗ കോറിഡോർ എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? തീൻ ബിഗ കോറിഡോർ എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തിയുടെ പേര് പറഞ്ഞു. റാഡ്ക്ലിഫ് അതിർത്തി. ഇന്ത്യയും പാകിസ്ഥാനും അതിർത്തി നിർണയ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു ആര്? സിറിൽ റാഡ്ക്ലിഫ്. റാഡ്ക്ലിഫ് ലൈൻ പബ്ലിഷ് ചെയ്ത വർഷം August 17, 1947 സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇത് പബ്ലിഷ് ചെയ്തില്ല എന്നുള്ളത് വലിയൊരു കോൺട്രവേഴ്സി, വലിയൊരു വാർത്തയായിരുന്നു. വലിയൊരു ആളുകളുടെ ഇടയിൽ മുറുമുറുപ്പുണ്ടാക്കിയതാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് മൗണ്ട് ബാറ്റൺ ഇത് പബ്ലിഷ് ചെയ്യുന്നത് പോലും. റാഡ്ക്ലിഫ് ലൈൻ നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ ആ വിഭജനം നടന്ന് 2 രാജ്യങ്ങളും സ്വതന്ത്രമായതിനു ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് പോലും. കാശ്മീരിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന സൈനിക അതിർത്തിയാണ് നിയന്ത്രണ രേഖ, LOC. ഇങ്ങനെ ഒരു സ്ഥലം ഇന്ത്യയിലുണ്ട് അല്ലേ. ലൈൻ ഓഫ് കൺട്രോൾ എന്നൊരു അതിർത്തി ഇന്ത്യയിലുണ്ട്. നമുക്ക് നോക്കാം അതിലേക്ക്. അപ്പം റാഡ്ക്ലിഫ് ലൈൻ, സിറിൽ റാഡ്ക്ലിഫിന്റെ അതിർത്തി നോക്കിക്കേ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്ക്
സിറിൽ റാഡ്ക്ലിഫിന്റെ അതിർത്തി ഇതായിരുന്നു. ഇത് വെസ്റ്റ് പാകിസ്ഥാനും അതുപോലെ തന്നെ ഇത് ഈസ്റ്റ് പാകിസ്ഥാനും, നേരത്തെ പിന്നീട് ബംഗ്ലാദേശായി മാറിയ ഈസ്റ്റ് പാകിസ്ഥാനും ഇടയ്ക്കുള്ള അതിർത്തി ഇതായിരുന്നു. ഇനി അത് കൂടാതെ നമ്മൾ പറഞ്ഞ മിലിറ്ററി അതിർത്തി ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ലൈൻ ഓഫ് കൺട്രോൾ. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ള നമ്മുടെ കാശ്മീരിനകത്തുള്ള ഈ ഒരു അതിർത്തിയാണ്, സൈനിക അതിർത്തിയാണ് ലൈൻ ഓഫ് കൺട്രോൾ. അതായത് രാജാ ഹരി സിംഗ് ഇന്ത്യയിലേക്ക് കൂട്ടിച്ചേർക്കാൻ, കാശ്മീരിനെ കൂട്ടിച്ചേർക്കാൻ ആദ്യം വിസമ്മതിച്ചെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു അല്ലേ. ആ കാലത്ത് പാകിസ്ഥാന്റെ ഇൻവേഷൻ ഇങ്ങോട്ടേക്ക് ഉണ്ടായി, കാശ്മീരിലേക്ക് ഉണ്ടായി. കാശ്മീരിനെ ആക്രമിച്ചു പാകിസ്ഥാൻ. അങ്ങനെ അവർ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് പിന്നീട് പല തർക്കങ്ങൾക്കും ഇന്ത്യക്കും പാകിസ്ഥാനും തമ്മിൽ കാരണമായത്. അങ്ങനെ പാകിസ്ഥാൻ കയ്യേറിയിരിക്കുന്ന ഇന്ത്യക്ക് അവകാശപ്പെട്ട സ്ഥലം പാകിസ്ഥാൻ കയ്യേറിയിട്ടുണ്ട്. ആ കയ്യേറിയ സ്ഥലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാക് അധിനിവേശ കാശ്മീർ, പാക് ഒക്കുപൈഡ് കാശ്മീർ അല്ലെ. ഇന്ത്യയുടെ സ്ഥലമാണ്, അത് പാകിസ്ഥാൻ കയ്യേറി വെച്ചിരിക്കുന്നു. അതിന് വിളിക്കുന്ന പേരാണ് പാക് ഒക്കുപൈഡ് കാശ്മീർ. അതേപോലെ ലഡാക്കിൽ കുറച്ച് സ്ഥലം ചൈന കയ്യേറി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇവിടെ നിങ്ങൾക്ക് കാണാം, അതിന്റെ പേരാണ് അക്സായ് ചിൻ. ലഡാക്കിലെ കുറച്ച് ഭാഗം ചൈന, ലഡാക്കിന്റെ കുറച്ച് ഭാഗം അവർ കയ്യേറി. ആ സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് അക്സായ് ചിൻ കേട്ടോ, അക്സായ് ചിൻ. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷമുള്ള ഷിംല കരാർ വഴിയാണ് LOC നിലവിൽ വരുന്നത്. LOC നിലവിൽ വന്ന വർഷം 1972 ജൂലൈ 2 LOC നിലവിൽ വരുന്നത്. LOCയുടെ പഴയ പേര് വെടിനിർത്തൽ രേഖ അല്ലെങ്കിൽ സീസ് ഫയർ ലൈൻ എന്നായിരുന്നു. ഇപ്പൊ നമ്മൾ കണ്ട ലൈൻ ഓഫ് കൺട്രോളിന്റെ പഴയ പേര് ഇത് കേട്ടോ. 1949 കറാച്ചി അഗ്രിമെന്റ് വഴിയാണ് വെടിനിർത്തൽ രേഖ വരുന്നത്. വെടിനിർത്തൽ രേഖ എന്ന പേര് അത് 1949 കറാച്ചി അഗ്രിമെന്റ് വഴിയാണ്. പിന്നീട് ഈ വെടിനിർത്തൽ രേഖ എന്തായി മാറി? 72 LOC എന്നായി മാറി. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അതിന്റെ പേര് എന്തായി മാറി? LOC എന്നായി മാറി. ഈ സിംല കരാറിൽ ഒപ്പുവെച്ച നേതാക്കന്മാരാണ് ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയും. ആരൊക്കെയാണ്? ഇന്ദിരാഗാന്ധി, സുൽഫിക്കർ അലി ഭൂട്ടോ എന്നിവരാണ് സിംല കരാറിൽ ഒപ്പുവെച്ച നേതാക്കന്മാർ. ഇന്ത്യയും ചൈനയും വേർതിരിക്കുന്ന അതിർത്തിയുടെ പേരാണ് മക്മോഹൻ രേഖ. എന്താ വിളിക്കുന്നതിനെ? മക്മോഹൻ രേഖ എന്ന് വിളിക്കുന്നു. ഇത് നിലവിൽ വന്നത് ഷിംല കൺവെൻഷൻ വഴിയാണ്. 1914 ഷിംല കൺവെൻഷൻ വഴിയാണ് ഇന്ത്യ ചൈന അതിർത്തി രേഖ നിലവിൽ വരുന്നത്. മക്മോഹൻ രേഖ നിലവിൽ വരാൻ കാരണമായ സന്ധിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യയും ടിബറ്റുമാണ്. ആരൊക്കെയാണ് മക്മോഹൻ രേഖ നിലവിൽ വരാൻ കാരണമായ സന്ധിയിൽ ഒപ്പുവെച്ചത്? ഏതൊക്കെ രാജ്യങ്ങളാണ്? ഇന്ത്യയും ടിബറ്റുമാണ്. ഒപ്പുവെച്ചവർ ഹെൻറി മക്മോഹനും ലോൺ ചെന്നുമാണ് കേട്ടോ. ഹെൻറി മക്മോഹനും ലോൺ ചെന്നുമാണ് ഇതിൽ ഒപ്പുവെക്കുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലായി ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക അതിർത്തിയാണ് യഥാർത്ഥ നിയന്ത്രണ രേഖ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ അല്ലെങ്കിൽ LAC എന്നറിയപ്പെടുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ലഡാക്കിൽ സ്ഥിതി ചെയ്യുന്ന സൈനിക അതിർത്തിയുടെ പേരാണ് എന്താണ്? LAC, യഥാർത്ഥ നിയന്ത്രണ രേഖ അല്ലെങ്കിൽ LAC കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെയൊക്കെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. LACയുടെ, അതുപോലെ തന്നെ ചൈന കയ്യേറിയ പ്രദേശത്തിന്റെ കണ്ടോ, ഏരിയ ഹെൽഡ് ബൈ ചൈന. നമ്മൾ ഇന്ത്യ ക്ലെയിം ചെയ്യുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രദേശമാണ് അത് ചൈന ക്ലെയിം ചെയ്യുന്ന സ്ഥലം. ഇതൊക്കെയാണ്. മക്മോഹൻ ലൈൻ എന്താണ് എന്നൊക്കെ ഇവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ അല്ലെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി രേഖ എന്നറിയപ്പെടുന്നത് ഡ്യൂറന്റ് ലൈനാണ്. കാരണം ഇന്ന് പാക് ഒക്കുപൈഡ് കാശ്മീർ ഭാഗത്താണ് ഈ ഡ്യൂറന്റ് ലൈൻ വരുന്നത്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി എന്ന് അല്ലെങ്കിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി എന്ന് ഒരുമിച്ച് പറയുന്നത്. ഡ്യൂറന്റ് ലൈൻ നിലവിൽ വന്നത് നവംബർ 12 1893 രണ്ടാമത്തെ ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിന് ശേഷമാണ് ഡ്യൂറന്റ് ലൈൻ നിലവിൽ വരുന്നത്. ഈ കരാറിൽ ഒപ്പുവെച്ചത് മോർട്ടിമർ ഡ്യൂറന്റും അബ്ദുൾ റഹ്മാൻ ഖാനുമാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെക്കുന്നത് കേട്ടോ. മോർട്ടിമർ ഡ്യൂറന്റും അബ്ദുൾ റഹ്മാൻ ഖാനും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ പേര് തീൻ ബിഗ ഇടനാഴി എന്നാണ്. ഇന്ത്യയും നേപ്പാളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രദേശം കാലാപാനി എന്നറിയപ്പെടുന്നു. നമ്മുടെ സെല്ലുലാർ ജയിലുള്ള കാലാപാനി അല്ല, അല്ലെങ്കിൽ ആൻഡമാനിലെ കാലാപാനി അല്ല. ഇത് ഇന്ത്യക്കും നേപ്പാളിനും ഇടയ്ക്കുള്ള തർക്ക പ്രദേശമാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കിന്റെ പേരാണ് പാക് കടലിടുക്ക്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലിന്റെ പേരാണ് ഗൾഫ് ഓഫ് മാന്നാർ. കടലിടുക്കാണ് പാക് കടലിടുക്ക്, കടലിന്റെ പേര് ഗൾഫ് ഓഫ് മാന്നാർ. പാക് കടലിടുക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. പാക് കടലിടുക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? തമിഴ്നാടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാം, ഇതാണ് ഗൾഫ് ഓഫ് മാന്നാർ എന്നറിയപ്പെടുന്ന ഒരു കടൽ. ഈ ഭാഗം ഗൾഫ് ഓഫ് മാന്നാർ. ഈ ഒരു ചെറിയ സ്പേസ് ആണ്. ഇതാണ് പാക് കടലിടുക്ക് കേട്ടോ. ഇതാണ് പാക് കടലിടുക്ക്. ഓക്കെ, ക്ലിയർ? ഇത്രയുമാണ് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ക്യൂസുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ജോഗ്രഫിയിൽ നിന്നൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് ഓർത്തെടുത്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ക്ലാസ്സായി ഇവിടെ തന്നത്. അപ്പോൾ നമ്മുടെ ആ സംസ്ഥാനങ്ങളൊക്കെ ഇവോൾവ് ചെയ്ത് വന്നതൊക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു, മനസ്സിലാക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ഇന്ന് കാണുന്ന 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായിട്ട് ഇന്ത്യ മാറിയത്, അതിന് പിന്നിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇന്ത്യയുടെ അതിർത്തികളും അതിരുകളും ഒക്കെ നമ്മൾ മനസ്സിലാക്കി.
നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു ഐക്യം, കൂട്ടായ്മ, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ വിവിധ സംസ്കാരങ്ങളുള്ള ആളുകൾ തമ്മിലുള്ള ഐക്യം എല്ലാം ഒരൊറ്റ വികാരത്തിന് മേളിലാണ് അല്ലേ. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കേണ്ടവരാണ്, നമ്മളെല്ലാം സഹോദരന്മാരാണ്, നമ്മുടെ ജന്മനാടാണിത്, നമ്മുടെ നിലനിൽപ്പിൻ്റെ കാരണം തന്നെ നമ്മുടെ രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മളാൽ കഴിയുന്ന സേവനങ്ങൾ നമ്മുടെ രാജ്യത്തിന് നൽകണം. നമ്മുടെ രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി നമ്മൾ നിലകൊള്ളണം. എപ്പോഴും ഏത് സാഹചര്യത്തിലും നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണവും നമ്മുടെ രാജ്യവുമായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിനപ്പുറത്തേക്ക് ബാക്കി എന്ത് നമുക്ക് വരാവുള്ളൂ എന്നുള്ള ഓർമ്മ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മുടെ എല്ലാവരുടെ മനസ്സിലുണ്ടാകണം. എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു.